ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്കിന്റെ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടാണ്, വിജ്ഞാപനം വന്നിട്ടില്ല, പക്ഷെ വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ LD ക്ലർക്ക് വിജ്ഞാപനം എന്ന് വരും? നമ്മൾ കുറച്ച് മാസങ്ങൾക്കകം ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം ആയിട്ടുണ്ടാവും നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് വിജ്ഞാപനം ഒരു മാസത്തിനകം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും KDRB ഒക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു വിജ്ഞാപനത്തിന്റെ പ്രൊസീഡിങ്സ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിജ്ഞാപനം എന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്കുമായി ബന്ധപ്പെട്ട ആ ഒരു വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു ഓണത്തിന് മുന്നായി ഈ ഒരു വിജ്ഞാപനം നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഇതിന്റെ ഒരു പ്രൊസീഡിങ്സ് KDRBയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഓണം, ഇനിയിപ്പം ഓഗസ്റ്റ് 12 മുന്നേ എന്ന് വേണം നമുക്ക് പറയാം. ഓഗസ്റ്റ് 12 ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഒരു തയ്യാറെടുപ്പ് ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓണത്തിന് മുമ്പ് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയ ഒന്നും പറയരുത്, കാരണം ട്രോളുകൾ ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 12 മുമ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണത്തിന് മുമ്പേ ഓണ സമ്മാനം എന്ന രീതിയിൽ LDC ഗുരുവായൂർ ദേവസ്വം LDC നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പൊ ആ വിജ്ഞാപനം ആണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നോക്കാം. നമുക്ക് 65 പേർക്കാണ് ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്കായിട്ട് ജോലി കിട്ടിയിരിക്കുന്നത്. 65 പേർക്കാണ്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 59 വ്യക്തികൾക്ക്, 59ാമത്തെ വ്യക്തിക്ക് ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, EWSൽ എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. ഈഴവ സപ്ലിയിലുള്ള 3ാമത്തെ വ്യക്തിക്ക് കിട്ടി. SSC സപ്ലിയിലുള്ള 7ാമത്തെ വ്യക്തി, ST സപ്ലിയിലെ ഒരാള്, OBC എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വിശ്വകർമ്മ അപ് ടു OC ആണ്, ഹിന്ദു നാടക അപ് ടു OC ആണ്, ധീവര അപ് ടു OC ആണ്, LV 1, HI 1 എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഇത് 59ാമത്തെ റാങ്ക് കിട്ടിയ വ്യക്തിക്ക് പോലും ഇവിടെ ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആകെ ലിസ്റ്റിൽ 59 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ ലിസ്റ്റിൽ 59 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. ആ മെയിൻ ലിസ്റ്റിലെ അവസാന സ്ഥാനക്കാരനായ 59ാമത്തെ വ്യക്തിക്ക് പോലും ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. അതായത് 65 പേർക്ക് ടോട്ടൽ ആയിട്ട് ഇവിടെ ജോലി കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 17/8/2021 2024 അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിന്റെ ശരിക്കും പറയുമ്പോൾ 17/8/22, 17/8/23, 17/8/24, 1 വർഷം, 2 വർഷം, 3 വർഷം കാലാവധി ഉണ്ട്. 17/8/24 കാലാവധി ശരി കഴിയുന്നത്. പക്ഷെ 23 ആകുമ്പോഴത്തേക്കും മുഴുവൻ പേരെയും എടുത്തു എന്ന് മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ്. ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. എപ്പോ 17/8/2021 റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അന്നത്തെ കാറ്റഗറി നമ്പർ 23/2020 ആയിരുന്നു. The following is the select list containing the names of candidates for the post of LD clerk. and salary പറഞ്ഞത് 19,000 മുതൽ 43,600 വരെയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കാറ്റഗറി നമ്പർ 23/2020 10/1/2021 അതായത് 10/1/2021 ഇതിന്റെ പരീക്ഷ നടന്നതെന്ന് മനസ്സിലാക്കുക. 2021 ജനുവരി 10 ഇതിന്റെ OMR പരീക്ഷ നടന്നത്. അതിനുശേഷം സർട്ടിഫിക്കറ്റ് പരിശോധനയും ഷോർട്ട് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 17/8/2021 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കുക. 7 മാസം എടുത്തു. പക്ഷെ ഇപ്പോഴത്തെ ലിസ്റ്റുകൾക്ക് ഒന്നും ഇത്രത്തോളം സമയം എടുക്കുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ ലിസ്റ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ ആകെ മെയിൻ ലിസ്റ്റിൽ 59 പേരാണ് ഉണ്ടായിരുന്നത്. ആ 59ാമത്തെ വ്യക്തിക്ക് കൂടി ഇവിടെ ജോലി കിട്ടും. നമ്മുടെ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു എക്സാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് 60-നും 80-നും 80 പോകില്ല, 75 കണക്കായിക്കോ. 60-നും 75-നും ഇടയിൽ ആളുകളെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യത. 60-നും 75. ഈ 65 എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൽ തന്നെ, അതിൽ എത്രത്തോളം കൂടും നമുക്ക് പറയാൻ പറ്റില്ല. ഈ 65 ഒരു 70 പേരെയൊക്കെ ചിലപ്പോൾ അടുത്ത ഇതിൽ എടുത്തേക്കാം. ഒരുപാടൊന്നും അതിൽ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തന്നെ 60 to 65 മെയിൻ ലിസ്റ്റിലേക്കും അതിനുശേഷം സപ്ലിയും വരാനായിരിക്കും സാധ്യത കൂടുതലും. അപ്പൊ ഈ ഒരു 60 പേരിൽ ഒരാളാവാണ് നമ്മുടെ പ്രധാന
ലക്ഷ്യം എന്നത്. 60-ൽ ഒരാളാവണം. നിങ്ങൾ മനസ്സിലാക്കുക, 17/8/2000, അതായത് ഇങ്ങനെ ദേവസ്വത്തിലെ LD ക്ലർക്ക് കാറ്റഗറി നമ്പർ 23/2020 തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 17/8/2021 പ്രാബല്യത്തിൽ വന്ന 13/2020 നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ 23/4/2024 അർദ്ധരാത്രി പ്രാബല്യത്തിൽ ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചു. 23/4/2024 ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് ഇപ്പൊ എത്രയായി? ഇത് 8-ാം മാസമാണ്. അതായത് 4 മാസമായി, ഏകദേശം 4 മാസം ആവുന്നു. എന്ത്, നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടെന്ന് മനസ്സിലാക്കുക. 4 മാസത്തോളമായി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സെപ്റ്റംബറിനകത്ത് തന്നെ, സെപ്റ്റംബർ 12, നമ്മളെ ഓഗസ്റ്റ് സെപ്റ്റംബർ 12-ന് മുമ്പ് തന്നെ എന്താണ് ഇതിന്റെ ഒരു ഇത് വരും. ഏത് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. വരും, അതിന്റെ നടപടികളൊക്കെ അവർ തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാണ്. കാരണം 60-നുള്ളിൽ ഒരാളാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇതിന് അയക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഒന്നാമത് ഇത് ഗുരുവായൂർ ദേവസ്വമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തിരുവിതാംകൂർ മലബാർ അങ്ങേരിയിലെ ആൾക്കാർ ചിലപ്പോൾ അപേക്ഷ അയക്കാൻ സാധ്യമായിരിക്കും. കാരണം ഗുരുവായൂർ തന്നെയായിരിക്കും മുഴുവൻ ജീവിതവും. പക്ഷെ എന്നിരുന്നാലും മലബാർ ദേവസ്വത്തിന്റെയൊക്കെ ആ റേഞ്ച് നമുക്ക് ആളുകളെ പ്രതീക്ഷിക്കാം ഈ ഒരു പരീക്ഷയ്ക്ക്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതില് എന്താണ്, ഹിന്ദുക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. ആ ഒരു കാറ്റഗറിയോട് മാത്രമേ നമ്മൾ മത്സരിക്കുന്നുണ്ടെന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് 60-ൽ ഒരാളാവുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും യോഗ്യത എന്ന് ചോദിച്ചാൽ, പുതിയ LDCയുടെ യോഗ്യത +2 വിത്ത് DC ആണ്. +2-ഉം DCA ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. +2-ഉം DCA-യുമാണ്. DCA തത്തുല്യമായിട്ട് എന്തൊക്കെയോ PGDC അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാം. +2-ല് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവർക്കൊക്കെ ഇത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ DCA തത്തുല്യമായവർ എന്തൊക്കെയാണ് അംഗീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല. അതൊന്ന് പരിശോധിച്ച് നോക്കുവാനാണ്. അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2-ഉം DCA-യുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം, 2 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാവും. ഈ മാസം കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് എക്സാം ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം. എക്സാം ഈ ഒരു സമയത്ത് എക്സാം ഉണ്ടാകും. 2-3 മാസം കൊണ്ട് എക്സാം നടക്കും. അതിനുശേഷം ഒരു 2-3 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എക്സാമുകളൊക്കെ പോകുന്നത്. 2-3 മാസമാണ് കൂടുതൽ എടുക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുടെ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കൃത്യമായി ക്ലാസ്സുകളൊക്കെ ഒന്ന് പെൻഡിങ് ആയിട്ടുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ വരാത്തതിന്റെ ചെറിയ ഒരു ബുദ്ധിമുട്ടായിരുന്നത് കാരണം അതൊക്കെ മാറി അടുത്ത ദിവസം മുതൽ നമ്മൾ കൃത്യമായ രീതിയിൽ എന്താണ് ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഡെമോ ക്ലാസ്സുകൾ, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അടക്കമുള്ള ഡെമോ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഡെമോ ക്ലാസ്സുകൾ കണ്ട ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 7306662334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മളിപ്പം പുതിയ ബാച്ച് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ അടുത്ത ആഴ്ച മുതലുള്ള ഒരു ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഡേറ്റ് നമ്മൾ ഉടൻ തന്നെ ഫിക്സ് ചെയ്ത് അറിയിക്കും. അടുത്ത ആഴ്ച മുതലുള്ള ഒരു ബാച്ച് ആയിട്ടാണ് നമ്മൾ പുതിയ ദേവസ്വം ബോർഡിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ LDC ഉടൻ തന്നെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് മാത്രമേ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് മുഴുവനായി കവർ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഡെമോ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഒരു 4-5 ഡെമോ ക്ലാസ്സുകൾ നമ്മൾ അടുത്ത ബുധനാഴ്ച മുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ബുധനാഴ്ച മുതൽ നിങ്ങളിലേക്ക് ഡെമോ ക്ലാസ്സുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ കൃത്യമായി അത് കാണുക. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റുകളും ആയിട്ട് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു പരീക്ഷ എഴുതുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.